രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ വലിയൊരു ഞാൻ ഉൾപ്പെടെ ഞാൻ വളരെ സന്തോഷിച്ചിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ BJPക്ക് ഒരു പുതിയ നേതൃനിരയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ BJP എന്നല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്കതിനൊരു സന്തോഷമാണ്. ഞാൻ BJPക്കാരിയല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് അഭിപ്രായവുമില്ല. എന്നാൽ പോലും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. മാധ്യമപ്രവർത്തകർ വിമർശിക്കപ്പെടേണ്ടവരൊക്കെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറിയ രീതി ശരിയായില്ല. അതിന് കാരണം നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടല്ലോ, അടിത്തട്ടിൽ നിന്നേ പ്രവർത്തനം നടത്തി വരുന്ന ഒരു നേതാവ്, അങ്ങനെ ഗ്രാജുവലി ഉയർന്നു വരുന്നൊരു നേതാവിന് വിമർശനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയാം. അവരത് കൃത്യമായിട്ട് ആ വിമർശനാത്മകമായി തന്നെ മറുപടി പറയാനും അവർ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ രീതി എങ്ങനെയാണെന്ന് അവർക്ക് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ അതിന് മറുപടി പറയാൻ കഴിയും. അതുകൊണ്ടാണ് സുരേഷ് ഗോപി മാസ് ഡയലോഗ് പറഞ്ഞ സിനിമാക്കാരനെ എന്താ പറയുക, ഇങ്ങനെ സിനിമ ഡയലോഗുകൾ പറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം ആ രീതിയിലല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പ്രവർത്തന മണ്ഡലം ഇതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥിതി മറിച്ചൊന്നുമല്ല. എന്തായാലും ആ രീതി അത്ര ശരിയില്ല. അത് മാധ്യമപ്രവർത്തകർ എന്തോ വലിയ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പറയേണ്ട രീതിക്കൊരു രീതിയുണ്ട്. എടി പൊടി നീ എന്നൊക്കെ മലയാളത്തിൽ, അദ്ദേഹത്തിന് മലയാളം ഒരുപക്ഷെ അത്ര വഴങ്ങുന്ന ഒരാളല്ല. പക്ഷേ എങ്കിൽ പോലും ഇത്രയും നാളത്തെ ഒരു സംസാര ശൈലി കൊണ്ട് അതൊരു ശരിയായ രീതിയല്ല. നല്ല രീതിയിൽ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് മറുപടി പറയാറുള്ളൂ. നിങ്ങൾ ഉയർത്തിയതൊക്കെ കള്ളമാണ്, നിങ്ങൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നതിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വളരെ നിരാശപ്പെടുത്തി. ഭയങ്കരമായ ഒരു പാട്രിയാർക്കിയൽ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ, മറ്റൊരു തരത്തിൽ ഒരിക്കലും ഭൂഷണമല്ല കേരള രാഷ്ട്രീയത്തിന് ഈ രീതി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ.